السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അഖീദയുടെ പഠനത്തിന് അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിൽ നാം തിരഞ്ഞെടുത്തിട്ടുള്ള കിതാബ് അല്ലെങ്കിൽ നാം പഠിക്കുന്ന കിതാബ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാ എഴുതിയിട്ടുള്ള അഖീദത്തു തൗഹീദ് എന്ന കിതാബാണ്. അതിൽ ഓരോ ബാബുകളായി തിരിച്ചതിൽ ഒന്നാമത്തെ ബാബ് നമ്മൾ വായിച്ചു. രണ്ടാമത്തെ ബാബിലെ ഫസ്ലുകളിലാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട തൗഹീദിനെയാണ് പരാമർശിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഫസ്ല് അൽ ഫസ്ലു സാനി മഫ്ഹൂമു കലിമത്തി റബ്ബി ഫിൽ ഖുർആനി വസ്സുന്ന വതസവ്വുറാത്തിൽ ഉമമി ദ്ദാല്ലത്തി. റബ്ബ് എന്നുള്ള വാക്ക്, റബ്ബ് എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനെ പറ്റി അള്ളാഹു റബ്ബാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ റബ്ബ് എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള റബ്ബ് എന്നുള്ള പദത്തിന്റെ ആശയങ്ങൾ എന്താണ് അതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും, പിഴച്ചുപോയ ആളുകൾ അഥവാ തൗഹീദിൽ വഴികേടിലായിട്ടുള്ള ആളുകൾ അവരേത് രീതിയിലാണ് ഈ റബ്ബ് എന്നുള്ള കലിമത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളത്, അതാണ് ഈ ഫസ്ലിൽ പറയുന്നത്. അതിൽ ഷെയ്ഖ് ആദ്യം ഓരോ വിഷയങ്ങളായിട്ടുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് മഫ്ഹൂമു കലിമത്തി റബ്ബി ഫിൽ കിതാബി വസ്സുന്ന. ഖുർആനിലും സുന്നത്തിലും റബ്ബ് എന്നുള്ള പദം വരുമ്പോൾ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്, അതിന്റെ ആശയം എന്താണ്. അർ-റബ്ബു ഫിൽ അസ്ലി മസ്ദറു റബ്ബ യറുബ്ബു. റബ്ബ് എന്നുള്ള പദം അത് വന്നിട്ടുള്ളത് ഒരു മസ്ദർ ആയ നിലക്കാണ്. ഏതിന്റെ? റബ്ബ യറുബ്ബു എന്നുള്ള ഫിഅലിന്റെ മസ്ദറിന്റെ രീതിയിലാണ് റബ്ബ് എന്നുള്ള പദം വന്നിട്ടുള്ളത്. മസ്ദർ എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡ് എന്നെല്ലാം പറയുന്നത്. ഒരു വാക്ക് ഒരു ഫിഅല് പറയുമ്പോൾ അതിനൊരു റൂട്ട് വേർഡ് ഉണ്ടാവും. ആ റൂട്ട് വേർഡിനെയാണ് മസ്ദർ പറയാം. ബിമഅനൻ, അതിന്റെ ആശയം വരുന്നത് നശഅ ശൈഅ മിൻ ഹാലിൻ ഇലാ ഹാലിൻ ഇലാ ഹാലി തമാം. ഒരു കാര്യത്തെ മറ്റൊന്നിലേക്ക് മാറ്റി വളർത്തിക്കൊണ്ടുവന്ന് അതിനെ ഏറ്റവും പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക്, അഥവാ ഒരവസ്ഥയിൽ നിന്നൊരു സാധനത്തിനെ മറ്റൊരവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് അതിന്റെ ഏറ്റവും പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് റബ്ബ യറുബ്ബു എന്നുള്ള ഫിഅല് ഉപയോഗിക്കാറുള്ളത്. അഥവാ ഒരാൾ ഒരു കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാന്ന് വിചാരിക്കുക. അതിന്റെ ആവശ്യമായ ഭക്ഷണവും തീറ്റയും കാര്യങ്ങളൊക്കെ നോക്കി വളർത്തിക്കൊണ്ടുവരിക. ആ വളർത്തിക്കൊണ്ടുവരുന്നല്ലോ അതിനൊക്കെ റബ്ബ യറുബ്ബു എന്നുള്ള ആശയത്തിൽ ഉൾക്കൊള്ളാം. ഒന്നിനെ വളർത്തിക്കൊണ്ടുവരിക, ഒരു അവസ്ഥയിൽ മറ്റൊരവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. യുഖാലു റബ്ബഹു വറബ്ബാഹു വറബ്ബബഹു. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് അറബിയിൽ ഫിഅലിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ റബ്ബഹു അവൻ അതിനെ വളർത്തിക്കൊണ്ടുവന്നു, വറബ്ബാഹു വറബ്ബബഹു ഈ രീതിയിലെല്ലാം ആ വാക്കിനെ ഉപയോഗിക്കാറുണ്ട്. അത് ഫിഅലിന്റെ വ്യത്യസ്ത രീതിയിലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫലഫ്ദു റബ്ബിൻ മസ്ദറുൻ മുസ്തആറുൻ ലിൽ ഫാഇൽ. ഇവിടെ റബ്ബ് എന്നുള്ള പദം നമ്മൾ പറഞ്ഞു മസ്ദറാണ് എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനപരമായിട്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും മസ്ദറുൻ മുസ്തആറുൻ ലിൽ ഫാഇൽ, ഫാഇലിനെ അറിയിക്കാൻ മസ്ദർ ഉപയോഗിക്കുന്ന ആശയമാണ്. അഥവാ അറബിയിൽ ബലാഗയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ ഫാഇലിനെ അറിയിക്കാൻ വേണ്ടി മസ്ദറിന്റെ രൂപം ഉപയോഗിക്കും. ഉദാഹരണത്തിന് റജുലുൻ സൗമുൻ അല്ലെങ്കിൽ റജുലുൻ അദ്ലുൻ എന്നെല്ലാം പറയാ വിചാരിക്കുക. റജുല് പറഞ്ഞാൽ പുരുഷൻ, സൗമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്കറിയാം, നോമ്പ് എന്നുള്ളത്. പക്ഷെ സ്വാഇം എന്ന് പറഞ്ഞാലോ നോമ്പുകാരൻ. അപ്പൊ റജുലുൻ സ്വാഇമുൻ ഒരു വ്യക്തി നോമ്പുകാരനാണ് എന്ന നിലക്കൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ സ്വാഇം എന്നുള്ള പദത്തിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കും? മസ്ദർ പദം ഉപയോഗിക്കും. അയാൾ നോമ്പാണ് എന്നല്ല അതിന്റെ അർത്ഥം. എന്താ അർത്ഥം? അവൻ നോമ്പുകാരനാണ്. അതായത് റജുലുൻ അദിലുൻ, റജുലുൻ ആദിൽ, ആ നീതിമാനായ ആളാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അയാൾ നീതിമാനാണ് എന്നാണ് ഉദ്ദേശം.
പക്ഷേ ആദിൽ എന്നുള്ള ഫാഇലിന്റെ ഉപയോഗം മസ്ദറിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കും. പൊതുവെ മസ്ദർ എന്നുള്ളതിനെ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് ഫിഅലായിട്ടും ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ റബ്ബ് എന്നുള്ള പദം മസ്ദറുൻ മുസ്തആറുൻ ലിൽ ഫാഇൽ, ചുരുക്കി പറഞ്ഞാൽ ഫാഇലിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മസ്ദറാണ് അർ-റബ്ബ് എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ റബ്ബ് എന്നുള്ളത് എന്താണ്? ഒരു വാക്കിന്റെ മസ്ദറാണ്, വളർത്തിക്കൊണ്ടുവരിക, കൊണ്ടുവരൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബ് എന്ന് പറയുമ്പോൾ അത് ഫാഇലിന്റെ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ولا يقال الرب بالاطلاق الا لله تعالى المتكفل بما يصلح الموجودات. ഇവിടെ റബ്ബ് എന്നുള്ള പദം നിരുപാധികമായിക്കൊണ്ട്, അല്ലെങ്കിൽ അർ-റബ്ബ് എന്ന് പറയുമ്പോൾ അത് നിരുപാധികമായിട്ട് അല്ലാഹു തആലയ്ക്ക് മാത്രം ഉപയോഗിക്കുകയുള്ളൂ. അല്ലാഹു ആരാണ്? അൽ മുതകഫിൽ ബിമാ യുസ്ലിഹുൽ മൗജൂദാത്ത്, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, ഉണ്ടാക്കിയിട്ടുള്ള, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എന്തെല്ലാം ജന്തുജീവജാലങ്ങളുണ്ടോ, എന്തെല്ലാം ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം നന്മകൾ കൈകാര്യം ഏറ്റെടുത്തിട്ടുള്ള, അതിന്റെ നന്മകളെല്ലാം കൊടുക്കുന്ന അള്ളാഹുവിന് യോജിച്ച പേരാണ് നിരുപാധികം റബ്ബ് എന്ന് പറഞ്ഞാൽ. നഹു ഖൗലിഹി, ഏതുപോലെ റബ്ബിൽ ആലമീൻ, എല്ലാ ആലമുകളുടെയും റബ്ബ് എന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ 2ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, റബ്ബുക്കും വറബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ സൂറത്തുൽ ശുഅറായിലെ 26ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും ആദ്യ പിതാക്കന്മാരുടെയും എല്ലാം റബ്ബായിട്ടുള്ളവൻ എന്നുള്ളത്. അപ്പോൾ റബ്ബ് എന്നുള്ള പദം നിരുപാധികം മുത്ലഖായിക്കൊണ്ട് അള്ളാഹുവിനാണ് ഉപയോഗിക്കുക. വലാ യുഖാലു ലിഗൈരിഹി ഇല്ലാ മുളാഫൻ മഹ്ദൂദൻ. ഇനി വേറൊരാൾക്ക് റബ്ബ് എന്നുള്ള പദം നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് എന്തെങ്കിലും ഒരു ആശയത്തിലേക്ക് ചേർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇവാഫത്ത് ചെയ്തുകൊണ്ട് ചേർത്തിക്കൊണ്ടും അത് ഒരു പരിധി വെച്ചുകൊണ്ടുമാണ് പറയുള്ളൂ. റബ്ബ് എന്നുള്ള പദം വേറെ രീതിയിലേക്ക് ഉപയോഗിക്കും. വേറൊരാളെ പറ്റി റബ്ബ് എന്നൊക്കെ പറയാം. പക്ഷെ അത് പറയുന്നത് ഒരു കാര്യത്തിലേക്ക് ചേർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ പറയുകയുള്ളൂ. കമാ യുഖാലു, ഏതുപോലെ റബ്ബുദ്ദാർ. റബ്ബുദ്ദാർ പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ ഗൃഹനാഥൻ എന്നൊക്കെ പറയില്ലേ, വീടിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ. വറബ്ബുൽ ഫറസ്, കുതിരയുടെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? യഅനി സ്വാഹിബഹ, ആ കുതിരയുടെ മുതലാളിയെയാണ് ഉദ്ദേശിക്കുന്നത് റബ്ബുൽ ഫറസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമിൻഹു ഖൗലുഹു തആല ഹികായതൻ അൻ യൂസുഫ് അലൈഹിസ്സലാം. ഈ ഒരു ഉപയോഗം അല്ലെങ്കിൽ റബ്ബ് എന്നുള്ള പദത്തെ മറ്റെന്തിലേക്കിലും ചേർത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന രീതി ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ഏതിലാണ്? സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന വാക്കുകളിൽ ആ നിലക്ക് വാക്കുകൾ വന്നിട്ടുണ്ട്. സൂറത്ത് യൂസുഫിലെ 42ാമത്തെ ആയത്തിൽ ഉദ്കുർനി ഇൻദ റബ്ബിക ഫഅൻസാഹു ശൈത്താനു ദിക്ര റബ്ബിഹി, തന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളെടുത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഉദ്കുർനി ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുക്കൽ. ഉദ്ദേശം എന്താണ്? നിന്റെ രാജാവിന്റെ അടുക്കൽ എന്നെ പറ്റി നീ ഓർമ്മിപ്പിക്കണം എന്നുള്ളത്. അലാ ഖൗലിൻ ഫീ തഫ്സീരിലായ, ഇതിന്റെ തഫ്സീറിൽ റബ്ബ് എന്നുള്ളത് രാജാവിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖൗലുഹു തആല, അതുപോലെ മറ്റൊരായത്തിൽ 50ാമത്തെ ആയത്തിൽ സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഖാല ഇർജി ഇലാ റബ്ബിക്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി രാജാവിന്റെ ഒരു പടയാളി വന്ന് വിളിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ രാജാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോവുക, ആ സ്ത്രീകളുടെ വിഷയത്തിൽ തീരുമാനമാകാതെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇർജി ഇലാ റബ്ബിക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വഖൗലുഹു തആല, അതുപോലെ സൂറത്ത് യൂസുഫിലെ 41ാമത്തെ ആയത്തിൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന സമയത്ത് അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ, നിങ്ങളൊരാൾ നിങ്ങളുടെ യജമാനൻ അല്ലെങ്കിൽ രാജാവിന് മദ്യം ഒഴിച്ചു കൊടുക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടൊക്കെ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബ് 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 എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടല്ല, ആരെ സംബന്ധിച്ചിട്ടാണ്? ആ രാജാവിനേക്ക് ചേർത്തിക്കൊണ്ട് ആ പരിധിയിൽ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഈ നിലക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഫി വാലത്തിൽ ഇബിൽ, ഒട്ടകത്തെ കാണാതായാൽ അഥവാ കാണാതായ വസ്തുവിന്റെ മേലെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരാളൊന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം, എന്തെങ്കിലും ഒരു വസ്തു കാണാതെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ലുക്താവുമായി ബന്ധപ്പെട്ട്, കാണാതെ കിട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഒരു ഒട്ടകത്തിനെ കാണാതെ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? കളഞ്ഞുപോയി കിട്ടിയാൽ, കാണാതെ കിട്ടിയാൽ ഉദ്ദേശിച്ചത് കളഞ്ഞുപോയി കിട്ടിയാൽ, കളഞ്ഞുപോയ വസ്തുക്കൾ എന്ത് ചെയ്യണം എന്നുള്ള മസല ചോദിക്കുന്ന ഒരു ഹദീസിൽ ഒട്ടകത്തിനെ കളഞ്ഞു കിട്ടിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരാൾ ചോദിക്കുന്നുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് മുഖം കടുപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ഒട്ടകം അതിന്റെ വഴിക്ക് പോയിട്ട് വെള്ളം കുടിക്കുകയും തീറ്റ തേടിയൊക്കെ വെച്ച് നടന്നോളും. അതിന്റെ ബാക്കിയിലാണ് ഹത്താ യജിദഹാ റബ്ബുഹാ, അതിന്റെ യജമാനൻ അതിനെ കണ്ടെത്തുന്നത് വരെ.
ഒട്ടകത്തിനെ കളഞ്ഞിട്ടാൽ എന്ത് ചെയ്യണ്ട, നീ അതിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അതെന്ത് ചെയ്യും, അതിന്റെ തീറ്റയും കൂടിയൊക്കെ ആയിട്ട് നടന്നിട്ട് എന്താകും, അത് അതിന്റെ യജമാനം കണ്ടെത്തുന്നവരെ അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചെമ്പേരിയാടിന്റെ വിഷയത്തിലെല്ലാം അത് പിന്നെ ചെന്നായ്ക്കളോ അല്ലെങ്കിൽ നിങ്ങളോ എടുക്കുക എന്നുള്ള നിലക്ക് അതിന്റെ യജമാനെ വന്നിട്ടില്ല എങ്കിൽ എന്ന നിലക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒട്ടകത്തിന്റെ വിഷയത്തിൽ മസല എന്താണ്, അത് എന്തായിക്കോളും, അത് അതിന്റെ യജമാനം കണ്ടെത്തിക്കോളും, അതിന്റെ തീറ്റയും കൂടിയൊക്കെ അത് നോക്കിക്കോളും എന്ന നിലക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അതല്ല വിഷയം. ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ഹദീസിൽ, ഹത്താ യജിദഹ റബ്ബുഹ, ഒട്ടകത്തിന്റെ മുതലാളിയെ അല്ലെങ്കിൽ അതിന്റെ യജമാനനെ റബ്ബ് എന്നുള്ള പദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ റബ്ബ് എന്നുള്ള പദം നിരുപാധികം പറയുകയാണെങ്കിൽ ആർക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇനി വേറെ എന്തിനേക്കെങ്കിലും ചേർത്തി പറയുകയാണ് എങ്കിൽ അത് ഈ നിലക്ക് ഒരു പ്രത്യേകമായ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ചേർക്കലിൽ മാത്രമേ പറയുകയുള്ളൂ. فتبين بهذا أن كلمة الرب تطلق على الله تعالى معرفا ومضافا. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അതെന്താണ് വ്യക്തമാകുന്നുണ്ട്. റബ്ബ് എന്നുള്ള പദം നിരുപാധികമായിട്ട് അള്ളാഹുവിന്റെ മേൽ ഉപയോഗിക്കുമ്പോൾ മുഅറഫായിട്ടും ഉപയോഗിക്കും, മുളാഫായിട്ടും ഉപയോഗിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറബിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മസലയായിരുന്നു മുഅറഫ്, മഅരിഫ എന്ന് പറഞ്ഞില്ലേ. അപ്പോ അറിയപ്പെടുന്ന നിലക്ക് ഏറ്റവും മഅരിഫ ആയിട്ടുള്ള വാക്കാണ് അള്ളാഹ് എന്നാണ് പറയുക, അറഫുൽ മഅരിഫ് എന്നാണ് പറയുക. ആ നിലക്ക് റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ്, അള്ളാഹുവിനാണ് ഉദ്ദേശിക്കുക. ഇനി വേറൊന്നിലേക്ക് ചേർത്തി പറയുന്ന രീതിയിലും എന്ത് പറയും, അർ റബ്ബ് എന്നുള്ള പദം അള്ളാഹുവിലേക്ക് പറയും. ഉദാഹരണം ഫയുഖാലു, ഇപ്പൊ പറയപ്പെടും അർ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്, അത് നിരുപാധികം പറഞ്ഞു കഴിഞ്ഞാൽ. ഔ റബ്ബുൽ ആലമീൻ, അല്ലെങ്കിൽ ആലമുകളുടെ റബ്ബ്. അർ റബ്ബ് എന്നുള്ളത് മഅരിഫയായ നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ്, അങ്ങനെയും പറയാം. വറബ്ബുൻ നാസി, അങ്ങനെ ആ നിലക്ക് ചേർത്തിയിട്ടും അള്ളാഹുവിനെ പറ്റി പറയും, അള്ളാഹുവിന് റബ്ബ് എന്നുള്ള പേര് പറയും. വലാ തുത്ലഖു കലിമത്തുർ റബ്ബി അലാ ഗൈരില്ലാഹി ഇല്ലാ മുളാഫതൻ, അള്ളാഹു അല്ലാത്ത മറ്റെന്തിലേക്കെങ്കിലും റബ്ബ് എന്ന് ചേർത്തി എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് നിലക്ക് മാത്രമേ പറയുള്ളൂ, മുളാഫ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇളാഫത്ത് ചെയ്തുകൊണ്ട് മാത്രമേ പറയുകയുള്ളൂ. അതായത് വ്യത്യാസം മനസ്സിലായോ? അതായത് മഅരിഫ ആയിക്കൊണ്ട് മുഅറഫ് ആയിക്കൊണ്ട് മാത്രം പറയുകയാണ് അർ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്, അള്ളാഹുവാണ്. അത് വേറൊരാൾക്കും പറയാൻ പാടില്ല. പക്ഷേ വേറൊരാൾക്ക് റബ്ബ് എന്നുള്ള പദം നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് എന്തിന്റെ സ്ഥാനത്തെ പറയുകയുള്ളൂ, ഇളാഫത്ത് ചെയ്യുന്ന അവസ്ഥയിൽ മാത്രമേ പറയുകയുള്ളൂ, അല്ലാതെ പറയുകയില്ല. മിസ്ലു റബ്ബിദ്ദാരി വറബ്ബിൽ മൻസിലി വറബ്ബിൽ ഇബിലി, നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ എന്തിലേക്കും ചേർത്തിട്ട് മാത്രമേ പറയുകയുള്ളൂ. ഇനി വമഅന റബ്ബിൽ ആലമീൻ, ഇനി റബ്ബിൽ ആലമീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആശയം ഉദ്ദേശിക്കുന്നത്, ഐ ഖാലിഖുഹും വമാലിക്കുഹും, അഥവാ റബ്ബുൽ ആലമീൻ, ആലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ആലമിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം ആലമിൽപ്പെട്ടതാണ്, എല്ലാ കാര്യങ്ങളും. അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ വാക്കിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഖാലിഖുഹും വമാലിക്കുഹും, അതിനെല്ലാം സൃഷ്ടിച്ചവൻ, അതിന്റെ എല്ലാം അധികാരിയായിട്ടുള്ളവൻ. വമുസ്ലിഹും വമുറബ്ബീഹിം ബിനിഅമിഹി, അതില് നന്മയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നവൻ, അതിന് കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നവൻ, അതിനെ അവന്റെ അനുഗ്രഹം കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. വബി ഇർസാലി റുസുലിഹി, വളർത്തിക്കൊണ്ടുവരുന്നവൻ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവൻ. വബി ഇർസാലി റുസുലിഹി, എങ്ങനെയാണത്, അതിലേക്ക് റസൂലുകളെ അയച്ച്. വഇൻസാലി കുതുബിഹി, കിതാബുകൾ ഇറക്കി, അഥവാ ഈ ലോകങ്ങളിലേക്ക്, ഈ സൃഷ്ടികളിലേക്ക്. വമുജാസിഹിം അലാ അമാലിഹിം, അതുപോലെ തന്നെ സൃഷ്ടികളുടെ പ്രത്യേകിച്ചും ജിന്ന് മനുഷ്യവർഗത്തിന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ട്. അതാണ് റബ്ബ് എന്നുള്ള പദം. ഖാലൽ അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജ് സാലിക്കീനിൽ പറഞ്ഞൊരു വാക്ക് ഷെയ്ഖ് ഇവിടെ കൊടുക്കുകയാണ്. ഫൈന റുബൂബിയ്യത തഖ്ദലി അംറൽ ഇബാദി വനഹിയഹും, റുബൂബിയത്ത് എന്നുള്ള കാര്യം അതിൽ നിർബന്ധമാക്കുന്ന കാര്യമാണ് അള്ളാഹു തആല അടിമകളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും വിരോധിച്ച കാര്യങ്ങളും. അതായത് അള്ളാഹു റബ്ബ് എന്ന് പറയുമ്പോൾ അതിൽ പെട്ട കാര്യമാണ് സൃഷ്ടിക്കുക, നിയന്ത്രിക്കുക, കാര്യങ്ങൾ നോക്കുക എന്നതുപോലെ തന്നെ അടിമകളുടെ മേലെ കൽപ്പിക്കുക, വിരോധിക്കുക എന്നുള്ളതും. വജസാഅ മുഹ്സിനിഹിം ബിഇഹ്സാനിഹി വമുസീഇഹിം ബിഇസാഅതിഹി, അതുപോലെ ഒരാൾ നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് പ്രതിഫലം നൽകുക എന്നുള്ളതും, ഒരാൾ തെറ്റ് ചെയ്തവനാണെങ്കിൽ അവൻ അതിനുള്ള ശിക്ഷ നൽകുക എന്നുള്ളതൊക്കെ റുബൂബിയത്തിൽപ്പെട്ടതാണ്. ഹാദിഹി ഹഖീഖത്തുർ റുബൂബിയ്യ, ഇതാണ് റുബൂബിയത്തിന്റെ യാഥാർത്ഥ്യം. അഥവാ പൊതുവെ റുബൂബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കലും നിയന്ത്രിക്കലും ഉപജീവനം നൽകലും മാത്രമാണ് എന്ന് ആളുകൾ ധരിച്ചു വെക്കാറുണ്ട്. പക്ഷെ റുബൂബിയത്ത് എന്നുള്ള വാക്കിന്റെ അകത്ത് എന്തും ഉൾപ്പെടുന്നുണ്ട്,
കൽപ്പനകൾ കൽപ്പിക്കുന്നവൻ, അതുപോലെ തന്നെ വിരോധിക്കുന്നവൻ, അതുപോലെ പ്രതിഫലം നൽകുന്നവൻ, ശിക്ഷ വിധിക്കുന്നവൻ അല്ലെങ്കിൽ ശിക്ഷ നൽകുന്നവൻ എന്നുള്ള ആശയങ്ങളെല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മഫ്ഹൂമു കലിമത്തി റബ്ബി ഫീ തസവ്വുറാത്തിൽ ഉമമി ളാല്ല. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് എങ്ങനെയാണ് ഖുർആനിലും സുന്നത്തിലും റബ്ബ് എന്നുള്ള പദം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇനി ഈ ഒരു വാക്ക് പിഴച്ച കക്ഷികൾ അഥവാ വഴികേടിലായിട്ടുള്ള ശിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും മഅസിയത്തിന്റെയും പിഴച്ച വിശ്വാസത്തിന്റെയും എല്ലാം ആളുകളായിട്ടുള്ള അവരുടെ വാദത്തിൽ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് റബ്ബ് എന്നുള്ള പദത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരെങ്ങനെയാണ് അതിന്റെ ആശയത്തെ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഖലഖല്ലാഹുൽ ഖൽഖൽ മഫ്തൂരീന അല തൗഹീദ്. ഷെയ്ഖ് പറയുകയാണ്, ഷെയ്ഖ് ഒരു ആമുഖമായിട്ട് ആരംഭിക്കുകയാണ്, അല്ലാഹു തആല സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിന്റെ ഫിത്രത്തിലാണ്. അഥവാ അവർ പ്രകൃതിയാ തന്നെ തൗഹീദ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ തൗഹീദ് ബോധ്യപ്പെടുന്ന ആളുകളായിട്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വമഅരിഫത്തി റബ്ബിൽ ഖാലിഖ് സുബ്ഹാനഹു, അതുപോലെ തന്നെ ഖാലിഖായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അവനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള ബോധം അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് ഓരോ ആളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹു തആല പറയുകയാണ്, നിന്റെ മുഖം അള്ളാഹുവിന്റെ ദീനിൽ ഹനീഫായിക്കൊണ്ട് അഥവാ ഷിർക്കിന്റെ ഒരു അംശവുമില്ലാതെ പരിപൂർണമായ തൗഹീദിലായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിക്കണം. അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് തിരിക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ്, ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹാ, അള്ളാഹു തആല ജനങ്ങളെ ഏതൊരു ഫിത്രത്തിലാണോ സൃഷ്ടിച്ചത് അതാണത്. അഥവാ ജനങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ ആളുകളെ സൃഷ്ടിച്ചപ്പോഴുള്ള ഫിത്രത്ത് എന്താണ്, അവരുടെ പ്രകൃതി എന്താണോ അതാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ, അഥവാ ശിർക്കില്ലാതെ തൗഹീദിന്റെ. സൂറത്തു റൂമിലെ 30-ാമത്തെ ആയത്താണ്. വഖാല തആല, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദ്നാ. സൂറത്തുൽ അഅറാഫിലെ 172-ാമത്തെ ആയത്താണ്. വളരെ വലിയ തഫ്സീറുകളുള്ള ആശയമുള്ള ആയത്താണ്. അല്ലാഹു പറയുകയാണ്, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും, നാം ആദം സന്താനങ്ങളെ അവരുടെ മുതുകിൽ നിന്ന് അഥവാ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് ആ സന്താനങ്ങളെ എല്ലാം കൊണ്ടുവന്ന സന്ദർഭം അഥവാ അർവാഹുകളുടെ ലോകത്ത്. ഇതിന്റെ തഫ്സീർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുകളെല്ലാം സൃഷ്ടിച്ച സമയത്ത് അവരെല്ലാം നിരത്തിക്കൊണ്ട് ആകാശ ലോകത്ത് വെച്ച് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്, വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും, അല്ലാഹു അവരുടെ സ്വന്തത്തിൽ നിന്ന് ഷഹാദത്ത് വാങ്ങിയിട്ടുണ്ട്, സാക്ഷ്യം വാങ്ങിയിട്ടുണ്ട്. അല്ലാഹു ചോദിച്ച ചോദ്യം അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. അല്ലാഹു തആല റൂഹുകളെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു സാക്ഷ്യം വാങ്ങിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്നുള്ളത്. അഥവാ ഉദ്ദേശം ഏതൊരു റൂഹുകളെ അള്ളാഹു തആല ഒരുമിച്ചാണ് സൃഷ്ടിച്ചത്. പിന്നെ ഓരോ ശരീരം ഓരോ സമയത്തിലേക്ക് അള്ളാഹു എന്തു ചെയ്യുന്നു, ആ റൂഹിനെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പൊ ആ റൂഹ് തന്നെ, ആ റൂഹ് പറഞ്ഞാൽ അതിന്റെ പ്രകൃതിയാ തന്നെ ഏതൊരു മനുഷ്യനും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹു റബ്ബാണ് എന്നുള്ളത്. ഖാലൂ ബലാ ഷഹിദ്നാ, ആ റൂഹുകളെല്ലാം അംഗീകരിച്ച കാര്യമാണ്, ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത്. റൂഹിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ അറിവ് മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. കൂടുതലായിക്കൊണ്ട് അതിനെക്കുറിച്ച് ചർച്ചകളോ പഠനങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. കുറഞ്ഞ അറിവുകൾ മാത്രമേ അതിനെ സംബന്ധിച്ച് ഹദീസുകളിലെല്ലാം വന്നിട്ടുള്ളൂ. പക്ഷേ ആ റൂഹുകൾ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് ആ റൂഹുകളിൽ അള്ളാഹു പ്രകൃതിയ ഒരുക്കിയിട്ടുള്ള ആ റൂഹുകൾ സാക്ഷ്യം വഹിച്ചുള്ള കാര്യമാണ് അള്ളാഹു റബ്ബാണ് എന്നുള്ളത്. അത് നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പാപങ്ങൾ ചെയ്തു വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റുകൾ മുഴുകി വിചാരിക്കുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സൃഷ്ടാവുണ്ട്, ഞാൻ തന്നെ ഉണ്ടായതല്ല, എനിക്കോ റബ്ബുണ്ട് എന്നുള്ള ചിന്ത സത്യസന്ധമായി ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഉണ്ട്. അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. فالإقرار بربوبية الله وتوجه إليه وحده أمر فطري. ഷെയ്ഖ് പറയാണ്, ഈ റുബൂബിയത്ത് അംഗീകരിക്കുക, അതുപോലെ തന്നെ അള്ളാഹു മാത്രമാണ്, അത് ഏകനാണ്, അത് ഒരാളായിട്ടുള്ള ഇലാഹാണ് എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംറുൻ ഫിത്രിയുൻ, അത് പ്രകൃതിയാ ഉള്ള കാര്യമാണ്. അത് മനുഷ്യന് സാധാരണ പ്രകൃതിയാ ഉള്ളതാണ്. വശിർക്കു ഹാദിസുൻ താരിഉൻ,
പക്ഷേ ഇതിനെതിരായിക്കൊണ്ട് എനിക്കൊരു ഇലാഹല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അല്ല, എനിക്ക് വേറെ ആരാധ്യന്മാരാണുള്ളത് എന്നുള്ള ശിർക്ക് എന്നുള്ളത് ഹാദിസും താരിഉൻ, അത് പെട്ടെന്ന് പുറത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ഫിത്രത്തിൽപ്പെട്ട കാര്യമല്ല. അത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഇതുമായി നേരാവണ്ണം പോകുന്നതുമായി ബന്ധമില്ലാതെ ഉണ്ടാകുന്ന കാര്യമാണ്. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടിയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഫിത്രത്തിലാണ്, അഥവാ ഇസ്ലാമിലാണ്, തൗഹീദിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവരുടെ മാതാപിതാക്കളാണ് അവനെ ജൂതനോ നസ്രാനിയോ മജൂസിയോ ആക്കി മാറ്റുന്നത്. നമ്മൾ മുമ്പ് ഈ ഹദീസ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഫലൗ ഖുല്ലിയൽ അബ്ദു വഫിത്രതഹു, ഒരു അടിമയെ അങ്ങോട്ട് വിട്ടേക്കാതെ വിചാരിക്കാം, അവനെയും അവന്റെ ഫിത്രത്തിലേക്ക് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ, അഥവാ ഒരു അടിമ ഈ മാതാപിതാക്കളുടെ സ്വാധീനമോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയോ അതൊന്നുമില്ലാതെ അവന്റെ ഫിത്രത്തിലേക്കാണ് വിട്ടുകഴിഞ്ഞാൽ ലത്തജഹ ഇല തൗഹീദി വഖബില മാ ജാഅത് ബിഹി റസൂൽ, അവരെന്തംഗീകരിക്കും? എന്താണോ റസൂലുകൾ കൊണ്ടുവന്ന കാര്യം അതവർ സ്വീകരിക്കും. അവർ തൗഹീദിലേക്കേ പോവുള്ളൂ. ഇത് പിന്നെ എവിടെയോ വായിക്കുകയോ കേൾക്കുകയോ എന്തുണ്ടായി, എന്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് അറിയില്ല. ഇങ്ങനെ ചില കുട്ടികളെ എടുത്ത് നോക്കിയപ്പോൾ അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം ഏകനായ ഒരു റബ്ബുണ്ട് എന്ന നിലക്ക് അംഗീകരിക്കുന്നുണ്ടെന്ന നിലക്ക് എന്തോ ഒരു പഠനം പണ്ടവിടെ കണ്ട പോലെയുണ്ട്. അല്ലാഹു അലം, അത് പോട്ടെ. പക്ഷെ ഏതൊരാളും അവന്റെ ഫിത്രത്തിലേക്ക് മാത്രം വിട്ടുകഴിഞ്ഞാൽ അവന് എക്സ്ട്രാ പുറത്തുനിന്നൊന്നും കിട്ടുന്നില്ല. അവന്റെ ഫിത്രത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഏകനായ ഒരു റബ്ബാണ് എനിക്കുള്ളത് എന്നുള്ളതും റസൂലുകൾ കൊണ്ടുവന്നതിനെ അംഗീകരിക്കാനും അവർ തയ്യാറാകും. വനസലത് ബിഹിൽ കുതുബ്, അതുപോലെ തന്നെ കുത്തുബുകളിൽ ഇറങ്ങിയിട്ടുള്ള വദല്ലത്ത് അലൈഹിൽ ആയാത്തുൽ കൗനിയ, ഭൗതികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവൻ സ്വീകരിക്കും. വലാകിന്ന തർബിയത്തൽ മുൻഹരിഫത വൽ ബീഅത്തൽ മുൽഹിദത, എന്താണ് പക്ഷെ പ്രശ്നം? തർബിയത്തൽ മുൻഹരിഫ, പിഴച്ച തർബിയത്തും, വൽ ബീഅത്തൽ മുൽഹിദത, നിരീശ്വരവാദം നിറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും, ഹുമല്ലതാനി തുഗയ്യിറാനി ഇത്തിജാഹൽ മൗലൂദ്, ഈ രണ്ട് കാര്യങ്ങളാണ്, അഥവാ പിഴച്ച തർബിയത്തും നിരീശ്വരവാദം പോലെയുള്ള പിഴച്ച ചിന്താഗതികളുടെ ചുറ്റുപാടും, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഫിത്രത്തിലായിക്കൊണ്ട് ജനിച്ച ആളുകളെ തെറ്റിച്ചു കളയുന്ന കാര്യം. വമിൻ സമ്മ യുഖല്ലിദുൽ ഔലാദു ആബാഅഹും ഫി ളലാലത്തി വൽ ഇൻഹിറാഫ്, അങ്ങനെ ആ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ അപ്പോഴെല്ലാം എന്തു ചെയ്യുന്നു? ഈ ജനിച്ചു വരുന്ന കുട്ടികൾ അവരുടെ പിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന മാർഗം എന്താണോ ആ പിഴച്ചവാദങ്ങൾ അവർ സ്വീകരിക്കുന്നു, അവരാ വഴിക്ക് പോകുന്നു. ഇപ്പോ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഉപ്പയും ഉമ്മയുമാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ്, അവർ ജനിക്കുന്ന കുട്ടി അവരെന്ത് പറഞ്ഞു കൊടുക്കുന്നു? നിരീശ്വരവാദം പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ വിഗ്രഹാരാധനയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഖബറിലേക്ക് പോകുന്ന, ജാറത്തിലേക്ക് പോകുന്ന ആ നിലക്കാണെങ്കിൽ അവരത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എന്താണോ അവരുടെ വാദം അത് പഠിപ്പിച്ചു കൊടുത്ത് ആ വഴികേടിലായി പോകുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. യഖൂലുല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഹദീസിൽ കാണാം, ഒരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, ഖലഖ്തു ഇബാദി ഹുനഫാഅ ഫജ്താലത്ഹുമുശ് ശയാത്തീൻ. ഖലഖ്തു ഇബാദി ഹുനഫാഅ, ഞാൻ എന്റെ അടിമകളെ സൃഷ്ടിച്ചത്, അല്ലാഹു തആല പറയാണ്, ഞാൻ എന്റെ അടിമകളെ സൃഷ്ടിച്ചത് ഹുനഫാഅ, ഹനീഫുകളായിക്കൊണ്ടാണ്. അഥവാ ശിർക്കിന്റെ ഒരു അംശമില്ലാതെ തൗഹീദിലേക്ക് പൂർണ്ണമായി വീഴുന്ന രീതിയിലാണ് അല്ലാഹു തആല അല്ലാഹു പറയാണ്, ഞാൻ എന്റെ അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫജ്താലത്ഹുമുശ് ശയാത്തീൻ, എന്നാൽ പിശാചുക്കൾ അവരെ തെറ്റിക്കുകയാണ്, അവരെ തെറ്റിച്ചു കൊണ്ടുപോവുകയാണ്, അവർക്ക് ഈ വഴികേടുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചില ആളുകൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ശുഭത്താണ്. ഇതിന്റെ വരുന്ന ചർച്ചകളിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാൾ മുസ്ലിം ആകുന്നത് മുസ്ലിമായ ഉപ്പാന്റെയും ഉമ്മാന്റെയും മകനായി ജനിച്ചുകൊണ്ടല്ലേ? ബാക്കിയുള്ള ആളുകൾ വേറെ മതവിശ്വാസികളാകുന്നത് അവരുടെ അച്ഛന്റെ അമ്മന്റെയും മക്കളായിട്ട് ജനിച്ചുകൊണ്ടല്ലേ? അവരെങ്ങനെ കുറ്റക്കാരാവുക? അവർ മുസ്ലിമായിട്ട് കേട്ടിട്ടില്ലല്ലോ എന്ന നിലക്കൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നാം ചോദിക്കുന്ന ചോദ്യം, ഒരു മുസ്ലിം പേരുള്ള മാതാവിന്റെയോ പിതാവിന്റെയോ മകനായി ജനിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലാകുന്നു വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. അതായത് ഒരു മുസ്ലിം പേരുള്ള ഉപ്പാന്റെയും ഉമ്മാന്റെയും മകനായിക്കൊണ്ടോ മകളായിക്കൊണ്ടോ ഒരാൾ ജനിച്ചു, അവൻ സ്വർഗത്തിലായിക്കൊള്ളുന്ന വല്ല നിർബന്ധമുണ്ടോ? അവൻ എന്ത് ചെയ്തു, അവൻ എന്ത് വിശ്വസിച്ചു, അവൻ എന്ത് പ്രവർത്തിച്ചു, അതാണ് അതിന്റെ അവസാനം. അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനെ ഒരു ജനിച്ചു, മുസ്ലിം പേരുള്ള ഒരാളായിട്ട് ഒരാൾ ജനിച്ചു, അല്ലെങ്കിൽ അവന്റെ പേര് മുസ്ലിം പേരാണ്,
ഇപ്പൊ ഇന്ന കാലത്ത് ഒരുപാട് ആളുകളെ കാണാം, മുസ്ലിം പേര് വെച്ചത് നിരീശ്വരവാദത്തിന്റെ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ആളുകളായിട്ട് ധാരാളം ആളുകളുണ്ട്. അവരുടെ ഉപ്പയമ്മ മുസ്ലിം ആയതുകൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവർക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല ഇപ്പോഴുള്ള സാഹചര്യത്തിൽ. നാളെ എന്താവുന്ന അല്ലാഹു ആലം. അപ്പൊ അതുപോലെ ആരുടെ മക്കളായി ജനിച്ചു എന്നുള്ളതല്ല, അവന്റെ ചിന്തയും അവന്റെ മനസ്സിലാക്കലും അവന് ചിന്തിക്കാനുള്ള ശേഷിയും അവനറിയാനുള്ള മാർഗങ്ങളും അവനുള്ള ഹുജ്ജത്തും അള്ളാഹു സ്ഥാപിക്കും. അവനുള്ള അവസരം കൊടുക്കും, അവന് ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കും. എന്നിട്ടും അവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല. ഈ ഫജ്താലത്ഹും ശയാത്തീൻ എന്ന് പറഞ്ഞാൽ ഐ സ്വറഫത്ഹും ഇലാ ഇബാദത്തിൽ അസ്നാം, അതായത് ഷെയ്ഖ് പറയുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പിശാചുക്കൾ എന്ത് ചെയ്യുന്നു, അവരെ വിഗ്രഹാരാധനയിലേക്ക് തെറ്റിക്കുന്നു. വത്തിഖാദിഹ അർബാബൻ മിൻ ദൂനില്ലാ, ഈ വിഗ്രഹങ്ങളെ അവർ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിക്കുന്നു. ഫവഖഹു ഫി ദ്ദലാലി വദ്ദയാ, അങ്ങനെ അവർ വഴികേടിലും നഷ്ടത്തിലുമായി തീരുന്നു. വതഫറുഖ് വൽ ഇഖ്തിലാഫ്, അങ്ങനെ ഭിന്നതയിലും ഛിദ്രതയിലുമായി തീരുന്നു. കുല്ലു യത്തഖിദു ലഹു റബ്ബൻ യഅബുദുഹു ഗൈറ റബ്ബിൽ ആഖർ, ആ ഇതിന്ന് പോയി കഴിഞ്ഞാൽ, തൗഹീദിലാണ് പോയി കഴിഞ്ഞാൽ അതിൽ ഓരോ ആളുകളും മറ്റവരുടെ റബ്ബല്ലാതെ വേറെ ആരെങ്കിലും റബ്ബിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു കൂട്ടർക്ക് റബ്ബാണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് വേറെ റബ്ബ്, മറ്റൊരു കൂട്ടർക്ക് വേറെ റബ്ബ്, അങ്ങനെയായിരിക്കും. ലിഅന്നഹും ലമ്മാ തറക്കു റബ്ബൽ ഹഖ് ഇബ്തുലൂ ബിത്തിഖാദിൽ അർബാബിൽ ബാത്തില, കാരണം ഹക്കായിട്ടുള്ള റബ്ബായ അള്ളാഹുവിനെ അവർ ഒഴിവാക്കിയത് കൊണ്ട് പിന്നെ അവർ ബാത്തിലായ അർബാബുകളെയാണ് സ്വീകരിച്ചത്. അഥവാ ധാരാളം റബ്ബുകളെയാണ് അവർക്ക് പിന്നെ ഉണ്ടാവുക. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞില്ലേ സൂറത്ത് യൂനുസിലെ 32-ാമത്തെ ആയത്തിൽ, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, അവനാണ് നിങ്ങളുടെ ഹക്കായിട്ടുള്ള റബ്ബ് അല്ലാഹു. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദ്ദലാൽ, ഹക്കിന് ശേഷം വഴികേടല്ലാതെ പിന്നെന്താണുള്ളത്? വദ്ദലാലു ലൈസ ലഹു ഹദ്ദുൻ വലാ നിഹായത്തുൻ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വഴികേടിന്, ബലാലത്തിന് എന്തില്ല, ഒരു ഹദ്ദില്ല, ഒരു പരിധിയില്ല, ഒരു അവസാനവുമില്ല. ഒരാള് ഈ ദീനിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, തൗഹീദിനാണ് പോയി കഴിഞ്ഞാൽ, ശിർക്ക് എവിടെ എത്തും, എങ്ങനെ എത്തും എന്നുള്ളതിന് എന്തില്ല, പരിധിയില്ല. ഏതറ്റം വേണമെങ്കിലും എത്തും, ഏത് അവസ്ഥയിൽ വേണമെങ്കിലും എത്തും. വഹുവ ലാസിമുൻ ലികുല്ലി മൻ അറദ അൻ റബ്ബിഹിൽ ഹഖ്, അത് യഥാർത്ഥ റബ്ബായ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞുപോയ എല്ലാവർക്കും ആ അവസ്ഥയായിരിക്കും, ഒരു സംശയമില്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല സൂറത്ത് യൂസുഫിൽ 39-40 ആയത്തുകളിൽ പറഞ്ഞു, അർബാബൻ, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകളായിട്ട്, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തമായിട്ടുള്ള ഈ റബ്ബുകളാണോ, വ്യത്യസ്ത റബ്ബുകളാണോ ഖൈറായിട്ടുള്ളത്, അതല്ല ഏകനും സർവാധിപനുമായിട്ടുള്ള അള്ളാഹുവാണോ? മാ തഅബുദൂന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഏതെല്ലാം ഇലാഹുകളുണ്ടോ അതെല്ലാം ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതെല്ലാം നിങ്ങൾ പേരിട്ട, നിങ്ങളുടെ പിതാക്കന്മാരും പേരിട്ട എന്തൊക്കെയോ കാര്യങ്ങളാണ്, അള്ളാഹു അതിനൊരു തെളിവും ഇറക്കിയിട്ടില്ല എന്നുള്ളത്. ഇവിടെ വലിയൊരു ചോദ്യമാണ്, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നുള്ളത്. അഥവാ വ്യത്യസ്ത ഇലാഹുകൾ. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഈ ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ബിദഅത്തിന്റെ ആളുകൾ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഇസ്ലാമിന്റെ വൃത്തത്തിന് അപ്പുറത്ത് മുസ്ലിം പേരൊന്നും ഇല്ലാത്ത ആളുകൾ വിചാരിക്കുക, അവർക്ക് കേരളത്തില് ഒരു ഇലാഹാണെങ്കിൽ, കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും ഓരോ ഇലാഹാണെങ്കിൽ അപ്പുറത്ത് വേറെ ഇലാഹായിരിക്കും, അപ്പുറത്തെ നാട്ടിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാൽ അവിടെ വേറെ ഇലാഹായിരിക്കും. ഇനി ഇസ്ലാമിന്റെ പേരിനകത്ത് ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുലേക്ക് ഇടനിലക്കാരായിക്കൊണ്ടല്ല ശിർക്ക് ചെയ്യുന്ന, ജാറത്തിലേക്കും ഖബറിലേക്കൊക്കെ പോകുന്ന ആളുകൾ, അവർക്ക് ഇവിടെ ഒരു ഔലിയായിരിക്കും, കേരളത്തിലൊരു ഔലിയാണെങ്കിൽ തമിഴ്നാട്ടിൽ വേറെ ഔലിയായിരിക്കും, അവന് വേറെ നാട്ടിൽ പോയാൽ വേറെ ഔലിയായിരിക്കും, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയാൽ അയാൾക്ക് മമ്പുറം തങ്ങളെ ചിലപ്പോൾ ഈജിപ്തിലുള്ള അല്ലെങ്കിൽ ലബനാനിലുള്ള ഏതെങ്കിലും ഇതുപോലെ കുബൂരിയായ ഒരാൾക്കുണ്ടെങ്കിൽ അവർക്ക് എന്തറിയില്ല, മമ്പുറം തങ്ങളെ അറിയില്ല. ഇവിടെ ചെയ്യുന്നതും അതായിരിക്കും, അവിടെ വേറെ ഇലാഹായിരിക്കും. അപ്പൊ ഓരോ ആളുകൾക്ക് ഓരോ ഇലാഹുകളായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിച്ച് വെക്കും, ഒരു മുവഹിദ്, ഒരു സലഫി, ആ ഒരു പാതയിൽ നിൽക്കുന്ന ആള്, അവരെല്ലായിടത്തും ഒരേപോലെയാണ്, അവർക്ക് മാറ്റമില്ല. അവർ ഏത് നാട്ടിലാണെങ്കിലും അവരാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെയാണ്, ഏത് നാട്ടെങ്കിലും അവർ പിൻപറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഒരു ഇലാഹില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, അർബാബുൻ മുതഫർരിഖൂൻ, വ്യത്യസ്തമായിട്ടുള്ള റബ്ബാണോ ഖൈറായിട്ടുള്ളത്, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതല്ല ഏകനും സർവാധിപനുമായിട്ടുള്ള അള്ളാഹുവാണോ എന്ന് ഇനി റുബൂബിയത്തിലുള്ള ശിർക്കിനെ സംബന്ധിച്ച് പറയാണ്.
നാം പറഞ്ഞു, പലപ്പോഴും നാം പഠിക്കുന്ന അഖീദ കിതാബുകളിൽ പ്രധാനമായും ഷിർക്കിനെ പറ്റി പരാമർശിക്കുന്നത് ഉലൂഹിയത്തുള്ള ഷിർക്കാണ്. റുബൂബിയത്തിലെ ഷിർക്കിന്റെ ചില ആശയങ്ങളാണ് പറയുന്നത്. രണ്ടും ഏകദേശം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ ഒന്നുകൂടി എന്താണ് റുബൂബിയത്തിലെ ഷിർക്ക് എന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു പറയുകയാണ്. والشرك في الربوبية باعتبار إثبات خالقين متماثلين في الصفات والأفعال ممتنع. ഇവിടെ ഷിർക്ക് ഫിർ റുബൂബിയത്തിലുള്ള ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഏത് നിലക്ക്, എന്താണ് അതുകൊണ്ട് പറയുന്നത്? ബിഇഅ്തിബാരി ഇസ്ബാത്തി ഖാലിഖീന മുതമാസിലീന ഫി സിഫാത്തി വൽ അഫ്ആൽ, ചില പ്രത്യേക വിശേഷണങ്ങൾ, ചില പ്രത്യേക പ്രവർത്തനങ്ങൾ ആ നിലക്ക് സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സാദൃശ്യപ്പെടുത്തുന്ന നിലക്ക്, അഥവാ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ, വിശേഷണങ്ങൾ എന്നീ നിലക്ക് സൃഷ്ടികളെ എന്ത് ചെയ്യുക? സാദൃശ്യപ്പെടുത്തുക. അങ്ങനെ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതാണ് ഷിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷിർക്കും ഫിർ റുബൂബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ സൃഷ്ടികളെ എന്താക്കുക? സാദൃശ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അത് സൃഷ്ടികൾ അതുപോലെയാണ് എന്ന നിലക്ക് വെക്കുക. وإنما ذهب بعض المشركين إلى أن معبوداتهم تملك بعض التصرفات في الكون. അതിൽ ചില ആളുകൾ, ചില മുശ്രിക്കീങ്ങൾ അവരെത്രത്തോളം എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇലാഹുകൾ, മഅബൂദ് എന്ന് പറഞ്ഞാൽ ഇലാഹ്, അവരാരാധിക്കുന്ന അവരുടെ ആരാധ്യന്മാർ തംലിക്കു ബഅള തസറുഫാത്തി ഫിൽ കൗൻ, ഈ ലോകത്ത് ഈ ഭൂമിയിൽ ചില കാര്യങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന്. അഥവാ ഇപ്പൊ മഴ വർഷിക്കുന്നത് അത് ഇന്ന ആളുടെ കഴിവാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ് അതിന്റെ അധികാരമുള്ളത്, അല്ലെങ്കിൽ ഭൂമിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത്, മരിപ്പിക്കുന്നത്, ഉപജീവനം നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരിപൂർണ അധികാരവും നിയന്ത്രണവും അവരാരാധിക്കുന്ന അവരുടെ മഅബൂദുകൾക്കാണ് എന്ന് ചില മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. وقد تلاعب بهم الشيطان في عبادة هذه المعبودات. അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ ആരാധ്യന്മാരെ സ്വീകരിക്കുക വഴി അവരെ കൊണ്ട് പിശാച് കളിക്കുകയാണ്. ഫതലാഅബ ബികുല്ലി ഖൗമിൻ അലാ ഖദ്രി ഉഖൂലിഹിം. പിശാച് ഏതൊരു കൂട്ടരെയും അവരുടെ ബുദ്ധിയുടെ എത്ര അളവാണോ അതിനനുസരിച്ച് കളിച്ചുകൊണ്ടിരിക്കും അവരെ കൊണ്ട്. അഥവാ ആളുകൾ പലതരത്തിലായിരിക്കും അവരുടെ ബുദ്ധി ഉണ്ടാവുക. അപ്പോ അധിക ആളുകളും ഈ ഷിർക്കിന്റെയും കുഫറിന്റെയും ഒക്കെ ആളുകളായി പോകുന്ന ആളുകൾ ബുദ്ധിയില്ലാതെ അന്ധമായി എന്തിനെങ്കിലും പിൻപറ്റി ജീവിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഇനി ബുദ്ധി കൂടിയ ആളുകളാണെങ്കിലോ, അഥവാ ചിന്താശേഷി കൂടിയിട്ടുള്ള, പഠിക്കാൻ കൂടുതൽ കഴിവുള്ള ആളുകളെ പിശാച് എങ്ങനെ തെറ്റിക്കുക? കൂടുതൽ ചിന്തിപ്പിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഇങ്ങനെ പഠിച്ചാൽ പോലെ, അതിങ്ങനെ പഠിക്കണം, ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് കൂടുതലായിട്ട് ഭയപ്പിക്കും. അല്ലാത്തവർ അന്ധമായി പിൻപറ്റുന്ന അവസ്ഥയിൽ തെറ്റിക്കും. എങ്ങനെയാണ് പിശാച് കിട്ടുക? അങ്ങനെ തെറ്റിക്കും. നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്താണ്? ഖുർആനും സുന്നത്തും സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിൽ നിന്നുകൊണ്ട്, അത് നമ്മൾ ആദ്യം പറഞ്ഞ അഖീദ അങ്ങനെ തന്നെ പഠിക്കണം. അതിന്റെ അപ്പുറത്തേക്കും പോകില്ല, ഇപ്പുറത്തേക്കും പോകില്ല. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഓരോരുത്തരുടെ ബുദ്ധിയുടെ അളവനുസരിച്ച് പിശാച് അവരെ തെറ്റിച്ചുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരെ കൊണ്ട്. ഫതായിഫത്തുൻ ദഅാഹും ഇലാ ഇബാദതിഹാ മിൻ ജിഹതി തഅദീമിൽ മൗത അല്ലദീന സവ്വറു തിൽകൽ അസ്നാമ അലാ സുവരിഹിം. ഒരു കൂട്ടം ആളുകൾ, ഈ പഴച്ചുപോയ ഷിർക്കിന്റെ ആളുകളിൽ ഒരു കൂട്ടം ആളുകൾ, അവർ ഈ ആരാധ്യന്മാരെ ഇബാദത്ത് ചെയ്യാൻ ക്ഷണിക്കുന്നത് ഏത് വജ്ഹിലാണ്, ഏത് നിലക്കാണ്? മരണപ്പെട്ടു പോയ ആളുകൾക്ക് തഅദീം കാണിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരുടെ രൂപത്തിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. കഖൗമി നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ പോലെ നമ്മൾ പറഞ്ഞു. ഷിർക്ക് വന്ന ചരിത്രം പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു. അഥവാ ചില ആളുകൾ ഈ ഷിർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ആളുകളെ തഅദീം ചെയ്യുക എന്ന നിലക്ക് അവരുടെ രൂപങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരങ്ങനെ പഴിച്ചു ഷിർക്ക് ചെയ്യും, ആ ഇബാദത്തിലേക്ക് ക്ഷണിക്കും. وطائفة اتخذت الأصنام على صورة الكواكب التي زعموا أنها تؤثر في العالم فجعلوا لها بيوتا وسدنة. മറ്റു ചില ആളുകൾ, നമ്മൾ പറയുകയുണ്ടായി, രണ്ടാമത് ഷിർക്ക് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്നത്, ആകാശത്ത് നക്ഷത്രങ്ങളെ അവർ തിരഞ്ഞെടുക്കും. ഒരാൾ ഇന്ന നക്ഷത്രത്തെ, മറ്റേയാൾ മറ്റേ നക്ഷത്രത്തെ. ആ നക്ഷത്രങ്ങൾക്കെല്ലാം ഭൂമിയിൽ ഇന്നാലിന്ന സ്വാധീനമുണ്ട് എന്നവർ വിശ്വസിക്കുകയും ആ നക്ഷത്രങ്ങളുടെ പേര് വെച്ചുകൊണ്ട് അവർ ഇവിടെ ചില രൂപങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി ഭവനങ്ങളും ക്ഷേത്രങ്ങളും പോലെയുള്ള അവരെ ആരാധിക്കാനുള്ള പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ടാക്കി അവരെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും.
ഒന്നെങ്കിൽ മരിച്ചുപോയ ആളുകളെ താലീം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ അതിനൊക്കെ ഭൂമിയിൽ സ്വാധീനമുണ്ട് എന്ന നിലക്ക് അവരുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ പേരിൽ ചില രൂപങ്ങളും മറ്റുമുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന അവസ്ഥ. വഖ്തലഫൂ ഫീ ഇബാദതിഹിം ലിഹാദിഹിൽ കവാകിബ്, ഈ ആകാശത്തുള്ള ഈ വ്യത്യസ്ത ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനെ ആരാധിക്കുന്നതിൽ തന്നെ അവർ ഖിലാഫാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫമിൻഹും മൻ അബദ ശംസ, ചില ആളുകൾ എന്തിനെ ആരാധിക്കും? സൂര്യനെ ആരാധിക്കും. വമിൻഹും മൻ അബദൽ ഖമർ, ചില ആളുകൾ ചന്ദ്രനെ ആരാധിക്കും. വമിൻഹും മൻ അബദ ഗൈറഹുമാ മിനൽ കവാകിബിൽ ഉഖ്റ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ആ സൂര്യനെയും ചന്ദ്രനെയും വിട്ട് മറ്റുള്ള നക്ഷത്രങ്ങളെ അവർ ആരാധിക്കും. അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾക്ക് അറിയാം, ഓരോ നക്ഷത്രത്തിനും പേരുകളുണ്ട്, ഓരോ നക്ഷത്രങ്ങൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്ഥലത്താണ് അത് ഉയരുക, അതിന്റെ ഉദയസ്ഥാനം എവിടെയാണ്, അതിന്റെ അസ്തമയം എവിടെയാണ്. ഈ നക്ഷത്രങ്ങൾക്ക് എന്തുണ്ട്? സൂര്യനും ചന്ദ്രനും പോലെ ഉദയവും അസ്തമയവും ഒക്കെ ഉണ്ട്. ഓരോ നക്ഷത്രം ഓരോ സ്ഥലത്തുണ്ടാകുന്ന സമയവും സന്ദർഭവും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിനെ തിരഞ്ഞെടുക്കും. ഹത്താ ബനൗലഹ ഹയാക്കില, അവരുടെ പേരുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കും. ഹയാക്കിൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ പോലെ രൂപങ്ങൾ ഉണ്ടാക്കും. ലികുല്ലി കൗകബിൻ മിൻഹാ ഹൈക്കലുൻ യഖുസ്സുഹു, ഓരോ നക്ഷത്രത്തിനും അതിനെ യോജിച്ച വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ അവരുണ്ടാക്കി വെക്കും. വമിൻഹും മൻ യഅ്ബുദുൻ നാർ, അങ്ങനെ വേറെ ചില ആളുകൾ, അഥവാ ഷിർക്കിന്റെ പരിധി ഇങ്ങനെ പറയാണ്, ഷിർക്കിലേക്ക് പോകുന്നത്. ചിലർ തീയിനെ ആരാധിക്കും. വഹുമുൽ മജൂസ്, മജൂസികളെ പോലെ. വമിൻഹും മൻ യഅ്ബുദുൽ ബഖർ, ചില ആളുകൾ പശുക്കളെ ആരാധിക്കും. കമാഫിൽ ഹിന്ദ്, ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ. നമ്മളറിയാം, നമ്മുടെ ആളുകൾ പലരും അതിനെ ഇലാഹായി കാണുന്ന അവസ്ഥ കാണാം. വമിൻഹും മൻ യഅ്ബുദുൽ മലായിക, അതുപോലെ മലക്കുകളെ ആരാധിക്കുന്നവർ. വമിൻഹും മൻ യഅ്ബുദുൽ അഷ്ജാർ വൽ അഹ്ജാർ, വൃക്ഷങ്ങളെയും കല്ലുകളെയും ആരാധിക്കുന്നവർ. വമിൻഹും മൻ യഅ്ബുദുൽ ഖുബൂറ വൽ അദ്രിഹത, ഖബറുകളെയും ജാറങ്ങളെയും ആരാധിക്കുന്നവർ. വകുല്ലു ഹാദാ ബിസബബി അന്ന ഹഉലാഇ തസവ്വറു ഫീ ഹാദിഹിൽ അശ്യാഅ ശൈഅൻ മിൻ ഖസായിസ് റുബൂബിയ്യ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാരാധിക്കുന്ന ഇലാഹുകൾക്ക് റുബൂബിയത്തിൽ എന്തോ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഈ ശിർക്കൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഉലൂഹിയത്തിൽ തൗഹീദിന്റെ അടിസ്ഥാനം റുബൂബിയത്തായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഉലൂഹിയത്ത് ആളുകൾ ശിർക്ക് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? റുബൂബിയത്തിൽ എന്തോ ഒരു സ്വാധീനം ഈ കാര്യങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതായത് മരിച്ചുപോയ ഔലിയാക്കൾക്ക് എനിക്ക് ഗുണം നൽകുന്നതിൽ, അത് റുബൂബിയത്ത് പെട്ടാണല്ലോ അള്ളാഹു ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ അവർക്ക് സ്വാധീനമുണ്ട് എന്നുള്ള വിശ്വാസം വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അവരെ ആരാധിക്കുന്നത്. ഇപ്പോൾ നക്ഷത്രങ്ങൾക്കും സൂര്യനും ചന്ദ്രനും ഒക്കെ ഈ ഭൂമിയിൽ എന്തെല്ലോ സ്വാധീനങ്ങളുണ്ട്, അങ്ങനെ നന്മ കൊണ്ടുവരാനും എന്റെ ഉപദ്രവം തടയാനും സ്വാധീനമുണ്ട് എന്ന് റുബൂബിയത്തിന്റെ അംശം വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവർ അതിനെ ആരാധിക്കുന്നത്. അതുപോലെ എന്ത് സാധനമാണെങ്കിലും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പശു, കടലിൽ ആരാധിക്കുന്നവരുണ്ട്, പശുവിനെ ആരാധിക്കുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നന്മ കിട്ടുന്നതിനൊക്കെ ഇലാഹായി കാണുന്ന ഒരു വിശ്വാസം നമ്മുടെ നാടിലുണ്ട്. അതായത് കടലിന് എന്ത് കിട്ടും? മത്സ്യം അതുപോലെ കിട്ടും, ഭക്ഷിക്കാൻ കാര്യങ്ങൾ കിട്ടും, ഭക്ഷണം കിട്ടും, അവരുടെ ഉപജീവനം കിട്ടും. അപ്പൊ കടലൊരു ദൈവമായി. പശുവിൽ നിന്ന് പാല് കിട്ടും, അതുപോലെ തന്നെ കാര്യങ്ങൾ കിട്ടും, അപ്പൊ നമുക്ക് കുടിക്കാൻ കിട്ടുന്നു, അതുകൊണ്ട് അതൊരു ദൈവമായി. അങ്ങനെ ഇങ്ങോട്ട് ലാഭം കിട്ടുന്നതിനൊക്കെ ഇലാഹാക്കുന്ന അവസ്ഥ. അപ്പോ ഈ ഉലൂഹിയത്തിലുള്ള ശിർക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഷെയ്ഖ് പറഞ്ഞത്. അതിനൊക്കെ കാരണം കുല്ലു ഹാദാ, ഇതിന്റെ എല്ലാം കാരണം ബിസബബി അന്ന ഹഉലാഇ തസവ്വറു ഫീ ഹാദിഹിൽ അശ്യാഅ ശൈഅൻ മിൻ ഖസായിസ് റുബൂബിയ്യ, റുബൂബിയത്തിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവരാരാധിക്കുന്ന ഇതിൽ ഏതെങ്കിലും നിലക്ക് അവർ മനസ്സിലാക്കിയിട്ടാണ് ഈ ശിർക്ക് അവർ ചെയ്യുന്നത്. അപ്പൊ റുബൂബിയത്തിന്റെ തൗഹീദിന് പ്രാധാന്യമുണ്ട്. അല്ലാഹു തആല ഉലൂഹിയത്തിന്റെ തൗഹീദ് സ്ഥാപിച്ചത് റുബൂബിയത്ത് പറഞ്ഞുകൊണ്ടാണ്. അതെന്തിനാണ്? ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. അടുത്ത ഈ ഫസ്ൽ, ഇതിന്റെ ഈ ബാബിൽ തന്നെ ഫസ്ലുകൾ വരുന്നുണ്ട്. ഫമിൻഹും മൻ യസ്ഉമു അന്ന ഹാദിഹിൽ അസ്നാമ തുമസ്സിലു അശ്യാഅ ഗായിബതൻ. ഇനി ആ ശിർക്കിന്റെ ആളുകളിൽപ്പെട്ട ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു വാദം, ഇത് നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇങ്ങനെ ഖബറിനെ ആരാധിക്കുന്നോ, അല്ലെങ്കിൽ വസ്തുവിനെ ആരാധിക്കുന്നോ, വിഗ്രഹത്തിനെ ആരാധിക്കുന്നോ, കല്ലിനെയോ എന്തിനെങ്കിലുമൊക്കെ ആരാധിക്കുന്ന ആളുകളോട് നമ്മൾ പോയിട്ട് നമുക്കൊരു ഇലാഹല്ലേ ഉള്ളൂ, ആ ഇലാഹിനെ ആരാധിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു പൊതു ന്യായമാണ്, ഈ വിഗ്രഹം എന്ന് പറഞ്ഞ ഇത് ഇലാഹാന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഇതെന്താണ്? ഇത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം, ഞങ്ങൾ അതാണ് ഞങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിന് പിന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ ഇതാണെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് അവർ പറയുക. അവർ പറയുന്ന ഒരു ന്യായമാണ്, അതിനെ പറ്റിയാണ് പറയുന്നത്.
അതിൽ ഈ പല ആളുകളും പറയുന്നൊരു വാദം, ഈ വിഗ്രഹങ്ങൾക്ക് പിന്നിൽ അദൃശ്യമായിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ്. ഈ വിഗ്രഹമാണ് എന്നെ സൃഷ്ടിച്ചതെന്നോ ഈ വിഗ്രഹമാണ് എനിക്ക് ഉപജീവനം നൽകുന്ന ഒന്നല്ല അവർ വിശ്വസിക്കുക. അവർ പറയുന്നത് ഇതിന്റെ പിന്നിൽ അഷ്യാ ഗായിബത്തൻ, അദൃശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു ഇബാറത്ത് കൊടുക്കുകയാണ്. ഇത് ഇഗാസത്തുൽ ലഹ്ഫാൻ എന്നുള്ള കിതാബിൽ നിന്നാണ്. ഇഗാസത്തുൽ ലഹ്ഫാൻ എന്നുള്ള കിതാബ് തൗഹീദ് പഠിക്കുന്ന ആളുകൾ വായിച്ചിരിക്കേണ്ട ഒരു കിതാബാണ്. അതിൽ ഓരോ ആളുകളും, ഇപ്പൊ ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ ആ ശുഭത്തിൽ പെടാനുണ്ടായിട്ടുള്ള കാരണങ്ങളെല്ലാം വളരെ മനോഹരമായിക്കൊണ്ട് വളരെ ചിന്താർഹമായ നിലക്ക് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ച് എഴുതുന്നുണ്ട്. പിന്നെ ഫീ മസായിദി ശൈത്താൻ എന്നുള്ള കിതാബിൽ ഇഗാസത്തുൽ ലഹ്ഫാൻ, ഫീ മസായിദി ശൈത്താൻ, 2 ഇഗാസത്തുൽ ലഹ്ഫാൻ ഉണ്ട്, അതിലൊന്നിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം പറയുകയാണ്. ഖാല ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വദഉ സനമി ഇന്നമാ കാന ഫിൽ അസ്ലി അലാ ശക്ലി മഅബൂദിൻ ഗായിബിൻ. യഥാർത്ഥത്തിൽ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് അദൃശ്യമായിട്ടുള്ള ഒരു മഅബൂദിനെ, ഒരു ആരാധ്യന്റെ രൂപത്തിൽ അതിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടൊരു കോലത്തിനാണ് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിഗ്രഹമാണ് എന്റെ ഇലാഹ് എന്ന നിലക്കല്ല. فجعلوا الصنم على شكله وهيئته وصورته. ഈ വിഗ്രഹത്തെ അവർ ആരാധിക്കുന്ന ഇലാഹിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കോലത്തിലോ രൂപത്തിലോ ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതിയിലോ ആണ് അതിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ലിയകൂന നായിബൻ മനാബഹു, ഏത് നിലക്ക്? വഖായിമൻ മഖാമഹു, അതായത് അവർ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന എന്തോ ഒരു ശക്തി മറ്റുണ്ടല്ലോ, അതിന്റെ സ്ഥാനത്ത് അതിന്റെ ഒരു പ്രതിനിധിയായിട്ട്, അതിന്റെ ഒരു അതിന് പകരം ഒരു ആളായിക്കൊണ്ട്, പ്രതിനിധി ആയിക്കൊണ്ടാണ്, ഒരു നായിബ് ആയിക്കൊണ്ടാണ് അവർ ഈ വിഗ്രഹത്തെ ഒരുക്കിയിട്ടുള്ളത്. അവർക്കെന്തില്ല, ഈ വിഗ്രഹത്തിനെയാണ്, ഈ വിഗ്രഹമാണ് എന്നെ സൃഷ്ടിച്ചത്, അങ്ങനെ ഒരു വാദമൊന്നുമില്ല. ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ മേലാണ് അവരിത് ചെയ്യുന്നത്. വഇല്ല ഫമിനൽ മഅലൂം അന്ന ആഖിലൻ ലാ യൻഹതു ഹശബതൻ ഔ ഹജറൻ ബിയദിഹി. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിയുള്ള ഒരാളും തന്നെ ഏതെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരക്കഷ്ണമോ കൊത്തി ഉണ്ടാക്കി, അതിലൊരു രൂപം കൊത്തി ഉണ്ടാക്കിയിട്ട്, അവന്റെ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ട്, ثم يعتقد أنه إلهه ومعبوده, ഒരിക്കലും ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്യൂല, അത് കൊത്തി ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് എന്റെ ഇലാഹ്, അതാണ് എന്റെ മഅബൂദ് എന്നുള്ള വിശ്വസിക്കാൻ ഒരു ബുദ്ധിയുള്ള ഒരാൾക്കും സാധിക്കൂല. അഥവാ അത് വലിയൊരു വിഡ്ഢിത്തമാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മള് ചിലപ്പോ യാത്രയിലൊക്കെ നമ്മുടെ നാടുകളിൽ, പിന്നെ കേരളത്തിലും മറ്റുമൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കൊത്തി ഉണ്ടാക്കിയ രൂപങ്ങളെയൊക്കെ, അല്ലെങ്കിൽ വരച്ചുണ്ടാക്കിയ, കൊത്തി ഉണ്ടാക്കിയ, പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉണ്ടാക്കി അതിന് നിറം കൊടുത്ത് അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അത് വേറൊരാളത് വാങ്ങിക്കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലൊരു ഭാഗത്ത് വെച്ചിട്ട് അതിനെ ആരാധിക്കുന്ന അവസ്ഥ. അതാണ് എന്റെ ഇലാഹ്, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ അതിന് മുമ്പിൽ ചെന്ന് പോയി പറയുന്ന അവസ്ഥ, അതിനോട് തേടുന്ന അവസ്ഥ. ഇത് ബുദ്ധിയുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ബുദ്ധിയുള്ള ഒരാൾ അവൻ തന്നെ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയിട്ട് ഇതാണ് എന്റെ ഇലാഹ്, ഇതിനോടാണ് എന്റെ വിഷമങ്ങൾ പറയേണ്ടതെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അത് ശുദ്ധമായ അബദ്ധമാണ്. ഇതിൽ ആ ഒരു ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ വളരെ മനോഹരമായിട്ട് ഇഗാസുൽ ലഹ്ഫാനിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ധാരാളം ഈ ശിർക്കിന്റെ ആളുകൾ എന്തുകൊണ്ടാണ് ആ ശിർക്കിൽ അകപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ശുബ്ഹത്തുകളെ വളരെ ആഴത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് ആ കിതാബിൽ. വയസ്ഉമു ഉബ്ബാദുൽ ഖുബൂരി ഖദീമൻ വഹദീസൻ. ഇനി ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ, അവർ മുൻപുള്ളവരാവട്ടെ ഇപ്പോഴുള്ളവരാവട്ടെ, അവർ വാദിക്കുന്ന ചില വാദങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ വാദങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ, അവർക്കുണ്ടാകുന്ന ചില വാദങ്ങൾ. വയസ്ഉമു ഉബ്ബാദുൽ ഖുബൂരി ഖദീമൻ വഹദീസൻ അന്ന ഹൗലാഇൽ അംവാത യശ്ഫഊന ലഹും. അവർ പറയുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് ശുപാർശകരാണ്, ശുപാർശ ചെയ്യുന്ന ആളുകളാണ്. വയതവസ്സതൂന ലഹും ഇൻദല്ലാഹി ഫീ ഖവാഇ ഹവായിജിഹിം. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഇടയിൽ ഇടനിലക്കാരായിട്ട് ഇവർ നിൽക്കും എന്നുള്ള വാദമാണ്. അഥവാ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുലേക്ക് ഇടനിലക്കാരെ കൊണ്ട് ഔലിയാക്കളോ അല്ലെങ്കിൽ ഖബറിലെ ആളുകളെയൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ ഒരേ ന്യായ പറയുന്നത്. അതായത് അന്നു മുതൽ ഇന്ന് വരെ ഒരേ ന്യായ പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ ഇന്ന് വരെ ഇതേ ന്യായമാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 വാദങ്ങൾ എന്താ? രണ്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഇവിടെ അള്ളാഹു അല്ലാതെ ഈ ഖബറിനെയോ ഈ ഔലിയാക്കളെ ഇവരൊന്നും ഞങ്ങൾ ആരാധിക്കല്ല, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പം നേടാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമുദാ പറഞ്ഞത്
ഇന്ന് നമ്മുടെ നാടുകളിൽ ശിർക്കിലാകപ്പെട്ട ആളുകൾ ഇതേ വാദമാണ്. രണ്ടാമത്തെ ഒരു വാദം അവർ പറയാറുള്ളത് സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്താണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അള്ളാഹുവിന് പുറമേയുള്ളവരെ ആരാധിക്കുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപദ്രവം വരുത്താത്ത, അവർക്കൊരു ഉപകാരവും ചെയ്യാത്ത. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയുകയും ചെയ്യുന്നു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള ശുപാർശകരാണ്. ഇവർ ഞങ്ങൾ ഇലാഹൊന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഇവരെന്ത് ചെയ്യും? ശുപാർശ നടത്തും. ഞങ്ങൾക്ക് വേണ്ടി മുഹീദ്ദീൻ ഷെയ്ഖ് ശുപാർശ നടത്തും, അല്ലെങ്കിൽ ഓരോ നാട്ടിൽ ഇമാം ബദവിനെ പറ്റി പറയുന്ന ആളുകൾ ബദവി ഞങ്ങൾക്ക് ശുപാർശ നടത്തും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകളിൽ CM മടവൂർ ശുപാർശ നടത്തും, അല്ലെങ്കിൽ അതിനുള്ള ആളുകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബായ ഖുർആനിൽ, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിൽ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ആയത്തുകളാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പറയുന്ന വാദം, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് ശുപാർശകരാക്കുന്ന ആളുകളാണ് ഇവർ. അതല്ലെങ്കിൽ പിന്നെ അവർ പറയുന്ന മൂന്നാമത്തെ ഒരു വാദം കൂടിയുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഞങ്ങൾ കാരണവന്മാരായിട്ട് പിതാക്കളായിട്ട് എന്താണ് ഞങ്ങളെ പിതാക്കളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പിൻപറ്റുകയാണ് നിലക്കാണ് അടുത്ത വാദം ഉണ്ടാവുക. ഈ മൂന്നല്ലാത്തൊരു വാദം അള്ളാഹുവിലേക്ക് ഇടനിലക്കാരായിക്കൊണ്ട് ഖബറിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന, ഖബറാളികളോട് സഹായം ചേരുന്ന ആളുകൾക്ക് പറയാനില്ല. അന്നുമില്ല, ഇന്നുമില്ല. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഷെയ്ഖ് പറയാണ്, വബാഉൽ മുശ്രിക്കീ അൽ അറബ്, ഇനി വേറെ ചില മുശ്രിക്കീങ്ങൾ, പ്രത്യേകിച്ചും അറബ് നാടുകളിൽ അന്നുണ്ടായിരുന്ന വന്നസാറ തസവ്വറു ഫീ മഅബൂദാതിഹിം അന്നഹാ വലദുല്ലാഹ്, അഥവാ ഷെയ്ഖ് ഇവിടെ ശിർക്കിന്റെ ബാബിൽ ആളുകൾ തെറ്റിപ്പോയ വ്യത്യസ്ത മേഖലകളാണ് പറയുന്നത്. കല്ലിനെ ആരാധിക്കുന്നവർ, വൃക്ഷത്തെ ആരാധിക്കുന്നവർ, ഖബറിനെ ആരാധിക്കുന്നവർ, പശു ജന്തുക്കളെ ആരാധിക്കുന്നവർ, അങ്ങനെ ഓരോ നാടുകളിൽ പലതരത്തിലുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു ഉദാഹരണം പറയാണ്, അവരുടെ ശുഭത്തിൽ പറയാണ്. ഇനി വേറെ ചില ആളുകൾ, അത് ആരാണ്? നസ്രാനികളെ പോലെയുള്ളവർ, അവരുടെ ആരാധനയെ അള്ളാഹുവിന്റെ സന്താനമായി പറയുന്നു. ഫമുശ്രിക്കുൽ അറബി അബദു അൽ മലായികത അലാ അന്നഹാ ബനാതുല്ലാഹ്, ഇനി അറബികളുടെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന ആളുകൾ, അവർ ചിലർ മലക്കുകളെ ആരാധിച്ചിരുന്നു. ഏത് നിലക്ക്? അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞ്. വന്നസാറ അബദു അൽ മസീഹ അലൈഹിസ്സലാം അലാ അന്നഹു ഇബ്നുല്ലാഹ്, നസ്രാനികൾ എന്താണ് ചെയ്തത്? വബഅദു മുശ്രിക്കി അൽ അറബ്, അറബികളിൽപ്പെട്ട മുശ്രിക്കീങ്ങളും നസ്രാനികളും എന്ത് ചെയ്തു? അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നസ്രാനികൾ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന നിലക്ക് അവർ ആരാധിച്ചിട്ടുണ്ട്. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ പല രീതിയിൽ ശിർക്കിന്റെ കെണിയിൽ അകപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നിവിടെ പറയാണ്. അടുത്ത ഇതിന്റെ തുടർന്ന് വരുന്ന റദ്ദു അലാ ഹാദിഹി തസവ്വുറാത്തുൽ ബാത്തില, ഈ പിഴച്ച ഈ ചിന്താഗതികൾക്ക്, അല്ലെങ്കിൽ റബ്ബ് എന്നുള്ളതിനെ തെറ്റായ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ശിർക്കിന്റെ കെണിയിൽപ്പെട്ട ഈ ആളുകൾക്കുള്ള മറുപടിയാണ്. അതുകൂടി വായിക്കാം, അതിനുള്ള സമയമുണ്ടോ? വേഗം വായിക്കാവുന്നേ ഉള്ളൂ. വേണ്ട, കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ അതിന് റദ്ദായിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ശിർക്കിന്റെ അവസ്ഥകളെല്ലാമാണ് ഇതിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓരോ ആളുകൾക്കും സംഭവിച്ച ശുബ്ഹത്തുകളൊക്കെ ഇഗാസത്തുൽ അഹ്ഫാൻ എന്നുള്ള കിതാബിലൊക്കെ ഇബ്നുൽ ഖയ്യിം വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാനുള്ള കാരണം, തൗഹീദ് പഠിക്കുന്ന ആളുകൾ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു കിതാബാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين الحمد لله رب العالمين.